ഗൈസ്. ഞാൻ ഉറക്കേണ്ടേ ഉള്ളൂ. മണി 9 തോന്നുന്നു. എത്ര മണിയായെന്തോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇന്ന് വീട്ടിലെ അമ്മയൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ പറയണ കേൾക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടെ കേസ്. ഉറക്കപ്പിച്ചിലാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പല്ലൊക്കെ തേക്കിട്ട് നമുക്ക് പല്ലേക്ക്. പല്ലേച്ച് മുഖമെല്ലാം കഴിയും. ഇനിയാണെങ്കിൽ കണ്ണ് വയ്യ, കണ്ണിലൊരു ഇൻഫെക്ഷൻ. അപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ബെഡ് ഒന്ന് വരിച്ചിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോകാം. റൂമെല്ലാം വെച്ച് സെറ്റാക്കി നമുക്ക് താഴത്ത് പോകാം. ഗൈസ്, നമുക്ക് ചായ കുടിക്കാം. ചായ മാതാശ്രീ, ചായ കിട്ടിയോ? ചായ ഒഴിച്ച് മരുന്ന് ഒഴിച്ചേർന്നേ. ഗ്ലാസ് എടുക്കുക. ഈശ്വരൻ്റെ ഗ്ലാസ് വേണം. നനച്ച് ഞാൻ ചായ കുടിക്കും. ചായ എനിക്ക് ഭ്രാന്താണ് ഗൈസ്, ഭ്രാന്ത്. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ചായ എടുത്തോണ്ട് ബാൽക്കണി പോയിട്ട് കാണാം. ചായയുടെ കഥ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. മോളിൽ പോയിട്ട് ഞാൻ ബാൽക്കണി വന്ന് നമുക്കിനി ചായ കുടിക്കാം. ഞാൻ ചായ കുടിക്കാൻ മോളിൽ വന്നേ. എനിക്ക് കപ്പ് നിറച്ചും ചായ വേണേ. ചായ ഇല്ലാതെ എനിക്ക് ജീവിതമേ ഇല്ല. ഈ രാവിലത്തെ ചായ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തലവേദന വരും. ഭയങ്കര അഡിക്ഷനാണ് ഈ ചായ എടുത്ത്. എന്താണെന്തോ അമ്മ എപ്പോഴും പറയും ഇത്രയും ചായ കുടിക്കല്ലേ. എനിക്കതിന് ചായ ഇല്ലാതെ ജീവിക്കില്ല. ഒരു ദിവസം ഒരു 4-5 ചായയെങ്കിലും ഞാൻ കുടിക്കും. ചില ദിവസങ്ങളിൽ മാത്രമായിരിക്കും. എന്നാലും രാവിലെയും വൈകിട്ടും ചായ മസ്റ്റാണ്, അമ്മയുടെ ചായ. പക്ഷെ ഞാൻ കൂടുതലും അമ്മയുടെ ചായ കേസ് കുടിക്കുള്ളൂ. രാത്രി 10 മണിയായാലും ഞാൻ അമ്മയെ കൊണ്ട് ചായ എടുപ്പിക്കും. എന്താണ്ട് ചായ ഭയങ്കര ഇഷ്ടം. അമ്മ ചായ കുടിക്കട്ടെ. അപ്പം അമ്മ വരും. ചായ കുടിച്ചിട്ട് നമുക്ക് പോകാം. മുഖമൊക്കെ വേറെ കളർ ഇരിക്കുന്നു. ചായ കുടിക്കാൻ വന്നത് തിന്നാൻ എന്തരമ്മ? അമ്മയുടെ ചായ, എൻ്റെ ചായ. ചായ കുടിച്ചിട്ട് വരാമെന്ന് പറ. ചായ കുടിച്ചിട്ട് വരാം. എൻ്റെ കണ്ണ് പോയി. അപ്പോൾ കണ്ണിൽ മരുന്ന് ഒഴിക്കണം. അപ്പോൾ വേദനയുണ്ടമ്മ, നല്ല വേദനയുണ്ടമ്മ. ഞാൻ കണ്ണി മരുന്നൊക്കെ ഒഴിച്ച് ഫുഡ് കഴിക്കാൻ നേരത്തെ വരാം ഗീസ്. അയ്യോ, സംഭവം ഇനി കണ്ണ് ഭയങ്കര ഇച്ചിങ് ഉണ്ടായിരുന്നു ഗീസ് ചൊറിച്ചിൽ. അപ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരാറുണ്ട്. അപ്പം ഞാൻ കൊണ്ട് കാണിച്ചപ്പം അവരിങ്ങനെ 4 നേരം മരുന്ന് എഴുതുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി കണ്ണിന് കാഴ്ച കുറവുണ്ട്. അപ്പോൾ പിന്നെ 1 വീക്ക് മരുന്ന് ഒഴിച്ചതിന് ശേഷം, ഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷം കൊണ്ട് ചെല്ലാൻ പറഞ്ഞ് കണ്ണ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ 1 വീക്ക് മരുന്ന് ഒഴിച്ചിട്ട് പോകണം ഗൈസ്. അപ്പോൾ ഞാൻ മരുന്ന് ഒഴിച്ചിട്ട് വരാം. ഇനി ഒരു മരുന്നും കൂടെ ഉണ്ട്, വെച്ചിട്ട് കാണാം. രാവിലെ ഇവിടെ ദോശയാണ് ഗൈസ്. ദോശ
എടുത്തോണ്ടിരിക്കും. അതിനിടയ്ക്ക് 10 സ്റ്റാറ്റസ് ഇടണം എൻ്റെ മമ്മിക്ക്, അല്ലേ മമ്മി? അതുകൊണ്ട് എനിക്ക് സേവ് ചെയ്ത് തന്നിതു. ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് രാവിലെ ആകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അയക്കും ഗൈസ് 2 റീല് 4 റീല്. അവച്ചി പെട്ടെന്ന് വിളിക്കണേട്ടാ വിചാരിക്കുക എന്തോ വലിയ കാര്യം പറയാനായിരിക്കും വിളിക്കണേന്ന്. വിളിച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് അറിയാം അവച്ചി ഞാൻ അയച്ചെന്ന റീൽ എടുത്തു തരെ. അങ്ങനെ അപ്പം ദോശയാണ് കഴിച്ചു കൊടുത്തുന്നത്. കാപ്പി ദോശയും കറി, മഷ്റൂം കറി, പിന്നെ ചമ്മന്തി പൊടി, ദോശയും മഷ്റൂം കറി, ചമ്മന്തി പൊടി. മഷ്റൂം കറി ഇന്നലെ ഇവിടെ 2 ചേട്ടന്മാർ അപ്പുറത്തുണ്ട്. അപ്പം ചേട്ടന്മാർ കൊണ്ട് തന്നേന്ന് ചോദിച്ചു. അതാണെന്ന് തോന്നുന്നു. അവർ ഗുലാബ് ജാമൊക്കെ കൊണ്ട് തന്നു. കണ്ട പക്ഷെ ഞാനാണെങ്കിൽ ഒരു മധുരം കഴിക്കാത്തൊരു പേഴ്സണാണ്. എന്നുവെച്ചാൽ ഞാൻ മുട്ടായി കഴിയുമെങ്കിൽ ഈ ജിലേബി, പിന്നെന്തോന്ന് ലഡു കുറച്ച് കഴിക്കും. ജിലേബി പിന്നെ ഈ മധുരം ഭയങ്കരമുള്ള സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല. ചായക്ക് പോലും ഞാൻ മധുരം ഇടൂല ഗൈസ്. ഞാൻ എൻ്റെ ശീലമല്ല, അമ്മയുടെ ശീലം. 2 അയച്ചു കഴിച്ച് അപ്പോൾ വരും അങ്ങനെ. അപ്പം ഇവിടെ ദോശയും മഷ്റൂം കറിയും, മഷ്റൂം എന്ത് അത്. അപ്പം നമുക്ക് ദോശ കഴിക്കാം. അപ്പം നമുക്ക് ലക്കിയെ കാണുന്നില്ല. ലക്കി റൂം ഉറക്കാം. നമുക്ക് ലക്കീനെ കുറച്ച് കഴിഞ്ഞ് കാണാം. നമുക്ക് ദോശ കഴിക്കാം ഗൈസ്. നമുക്ക് കഴിക്കാം ഗൈസ്. ദോശ കഴിക്കാം. ടിങ് ടാങ് ടിങ് ടാങ് ടിങ് ടാങ് ടാങ് ടാങ്. ദോശ ഉണ്ട്. ഇന്നലെ ദേഹം ഭയങ്കരമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇനി മുസ്ലിം തിന്നിട്ടാണെന്ന് അറിഞ്ഞൂടെ, എനിക്കൊരു സംശയം. നമുക്ക് ഫുഡ് കഴിക്കാം. आपका ये कहना बंदा कह दूदा. ऐसे डाला पकड़ना എന്താ വെച്ചാ വെള്ളം കൂടെ. എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല, ചുമ്മാ ഇന്ന് കഴിച്ചാൽ മാത്രം മതി ഗൈസ്. കഴിക്കണം വെച്ചിട്ട് വരാം ഗൈസ്. കഴിച്ചിട്ട് അത് കഴിഞ്ഞ് എന്ത് ജോലി ഉണ്ടോ നോക്കട്ടെ. ജോലി ഒന്നുമില്ലല്ലേ അമ്മ? ജോലിയൊന്നും ഇല്ലല്ലോ. ജോലിയേ ഉള്ളൂ എനിക്കില്ല, അമ്മയ്ക്ക്. കഴിച്ചിട്ടാണ് കേസ്. അവിടെ ഞാൻ ഇന്നിട്ട് നോക്കും കണ്ടുകൊണ്ടിരിക്കുന്ന കാണിച്ചു തരാം. എൻ്റെ വീഡിയോ കണ്ടതിന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. എന്ത് ചെയ്യാൻ? പാത്രം കഴുകാൻ കിടക്കണം. നമുക്ക് പാത്രമൊക്കെ കഴുകി കൊടുക്കാം. ഓക്കെ. പാത്രം കഴുകുന്ന ജോലി എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ സംഭവം എനിക്ക് സോപ്പിട്ട് കഴുകാൻ പറ്റൂല. എനിക്ക് ഓൾറെഡി അലർജിയുടെ ഇഷ്യൂസ് ഉണ്ട്. അവിടെയില്ല കയ്യിൽ ഇത് കണ്ട എനിക്ക് കയ്യിലകത്തൊക്കെ അലർജി വരും അല്ല. അപ്പം അപ്പോഴത്തേക്കും നമുക്ക് ലിക്വിഡ് ഇട്ട് കഴുകാം. എന്തായാലും വരും, അത് വേറൊരു സത്യം. കുറച്ച് പാത്രം ഉണ്ട്, അതൊക്കെ കഴുകാം. ഓക്കെ. അവിടെ കയറുമ്പോൾ മുകളിലത്തെ വാഷ്റൂമാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അമ്മ അവിടെ നിന്ന് ഒരു 10 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നാലേ അമ്മയ്ക്ക് വാഷ്റൂമൊക്കെ കുറച്ച് ഞാൻ പോയി സ്ക്രബ് എടുത്തിട്ട് വരാം ഗൈസ്. വെയിറ്റ്. അപ്പോൾ നമുക്ക് പാത്രം കഴുകാൻ തുടങ്ങാം ഗൈസ്. ഒരു ചാക്കിനുണ്ട് കഴുകാൻ. നമുക്കിങ്ങനെ കിടക്കണ അടുക്കള ക്ലീനാക്കാം. ക്ലീനാക്കി ഗൈസ്. അമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്? എന്ത് ചെയ്യണ? നമ്മളെ ചെടിയൊക്കെ ടെറസിലായിരുന്നു ഗൈസ്. അപ്പം അവിടെ നിന്ന് കഴിഞ്ഞു. പിന്നെ ഇതൊന്നും വല്ല കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് കരിയാത്ത എല്ലാം കൊണ്ടൊന്ന് താഴെ വെച്ച്. റോസൊക്കെ പട്ടുപോയി ഗൈസ്, പട്ടുപോയി. അമ്മ അത് എന്തോ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നുണ്ട്. ഞാൻ മോളി പോണേ.
ഞാൻ കുറച്ച് നേരം കടന്നിട്ട് വരാമേ. ഇനി അമ്മ എല്ലാവരും വന്നിട്ടല്ലേ ജോലിയുള്ളൂ. മുകളിലോട്ടോ. അപ്പം ഞാൻ മുകളിൽ പോണ കേസ്. ഞാൻ അടുക്കളയിലും വൃത്തിയാക്കി കൊടുത്തു. ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് കഴിച്ചിട്ടൊക്കെ വരാം. എനിക്ക് നല്ല ഉറക്കം വരുന്നു. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചിൽ വലിയ അമ്മ ഉള്ളപ്പോൾ എനിക്ക് വലിയ ജോലിയൊന്നുമില്ല. അമ്മ ഇല്ലാത്തപ്പോഴും വലിയ ജോലിയൊന്നുമില്ല. രാവിലെ അമ്മയെല്ലാം ചെയ്ത് വെച്ചിട്ട് പോകും. പിന്നെ എനിക്ക് അടുക്കള വൃത്തിയാക്കി തൂത്തിറക്കി ചെറിയ ചെറിയ പണികൾ. അപ്പം ഇന്നെനിക്ക് റെസ്റ്റ് ഉറങ്ങിയിട്ട് വരാം. ഓക്കെ ഗേസ്, ഞാൻ നല്ലപോലെ ഉറങ്ങി എണീറ്റ്. ഓക്കെ, ഇപ്പം എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഓക്കെ, ഞാൻ പോട്ടാ. ഉറങ്ങി വന്നതാണ് ഗേസ്. ഉറങ്ങി മണി ഇപ്പോൾ എത്രയായി? എത്രയായി? മണി 2:18. അപ്പോൾ ഇതൊന്ന് എന്നെ ഉണർത്തി ഗേസ്. എന്നിട്ട് അവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിടിച്ചോണ്ടിരുത്തി ഗേസ്. എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തത് നീ? എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തത്? കുളിപ്പിച്ച് എന്താ ഇത് എന്നെ ഇവിടെ നിന്ന് ഉണർത്തി. ഇപ്പം എൻ്റെ കയ്യിനെ കടിച്ചിരിക്കുന്നു. കഴിക്കാൻ പോവാ. മതി ഇളക്കെ പിടിച്ച് കേസ്. ഇത് താഴെ പോയി കഴിക്കാൻ എന്തിനായാലും നോക്കാം. ഞാൻ അടുക്കളയിൽ വന്ന് കേസ്. ഇന്ന് കഴിക്കാൻ നിറയുണ്ട്. അമ്മ വീട്ടിൽ ഇരിക്കണമുണ്ട്. മീൻകറി, മീൻ പൊരിച്ചത്, മരിച്ചി ഇരിക്കാണ്. മീൻ കറി മെരിച്ചിനെയാണ്. മെരിച്ചി ഞാൻ ഉറങ്ങി കിടന്നപ്പോഴാണ് ചേട്ടൻ വന്നത്. അതില്ലേ അമ്പലത്തിൽ പോയിരുന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നേ ഉള്ളൂ നമ്മൾ പറഞ്ഞു. ഇനി വൈകിട്ട് പോകണമെന്ന്. അപ്പോൾ നമുക്ക് പോയി അവനെ ശല്യപ്പെടുത്തണ്ട. വൈകിട്ടിന് പോകണം. നമുക്ക് പോയി ഞാൻ കാണിച്ചു തരാം. കുക്കിമോൻ ഉറങ്ങുന്നു ഗൈസ്. കഴിച്ച സമയം വിളിച്ചുണർത്താം. ഉറങ്ങിട്ട് കാണാം. ഞാൻ ഉറങ്ങി. അമ്മ എന്നെ ബെല്ലടിച്ചാ? ഇടയ്ക്ക് ഞാൻ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട്. ഇവിടെ താഴെ ബെല്ല് വെച്ചിട്ടുണ്ട് ഗൈസ്. മോളുടെ എണീക്കാൻ വേണ്ടി അടിച്ച്. അപ്പോൾ ബെല്ലടിച്ച്. ഉറക്കത്തിലായതുകൊണ്ട് എഴിക്കാനുള്ള ഇതില്ല. നീ എഴിച്ചില്ല. അങ്ങനെയാണ് അമ്മ ബക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ കൂടെ ആ കുരുപ്പിനെയും കൂടെ കൊണ്ടുവന്ന് എന്നെ ഉണർത്തിയ. നമുക്കിനി കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം ഗൈസ്. ബാ, ഒരു തുപ്പുരുന്താ, ഒരു കുറച്ച് ഒരു പീസ് എടുത്തോ. വലിയ പീസ് വേണ്ട, ഇനി കുറച്ച് അതിൽ നിന്ന് അരിഞ്ഞ് തന്നാ മതി. അങ്ങനെ അരിഞ്ഞത് എടുക്കണ്ട, ഞാൻ അരിഞ്ഞിട്ട് കുറച്ചതാ. അതിൽ നിന്ന് ഇങ്ങനെ എടുത്തോ. എനിക്ക് ഇതുള്ളത് മതി. ബാക്കില് എനിക്ക് തോടുള്ളത് പച്ചമാങ്ങി തിന്നങ്ങൾ ഇതൊന്നും കൊള്ളില്ല കാശ്. ഇത്രയും വേണ്ട. പറ്റൂല, എടുത്തോണ്ട് പോ. കിട്ടുന്ന ടേസ്റ്റ്. ഈ മാങ്ങയാണ് കൊള്ളാന്നുള്ളൂ. പുളിപ്പില്ല. ഓക്കെ, പോയി കിടക്കണം. ഡാ, നീ എന്നെ ഉണർത്തിയാനല്ലേടാ? വന്നിരുന്നുകൊണ്ട് അങ്ങോട്ട് കടി ഇങ്ങോട്ട് കടി, മുഖത്ത് നക്കണ്. എനിക്കറിഞ്ഞൂടാ. ഞാൻ അവിടെ ബക്കറ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് നീ കിടക്കണുണ്ട് മൂടി പോയിട്ട്. നിന്റെ ചുറ്റും വലം വെച്ചു. വരുമ്പോ നീ ഉറങ്ങി. അപ്പൊ അവൻ വിചാരിച്ച അവനും കൂടെ ബെഡിൽ കിടന്നിട്ട് പിടിക്കറി കിടക്കണ്. എന്നിട്ട് ഞാൻ കണ്ണ് തുറന്നവ അറിഞ്ഞതും എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാ കാണിച്ചാണ്ട് കേസ്. കണ്ണ് തുറന്നെന്ന് അറിഞ്ഞതും മൊത്തത്തിൽ കിടന്ന് ചുറ്റി എന്നെ കടിച്ച്. ഉറങ്ങുമ്പോൾ ശല്യം ചെയ്യില്ല, പക്ഷെ ഉണന്നെന്നറിഞ്ഞ അവൻ്റെ ഫുൾ കുടവും കാണിക്കും. കുളിപ്പിച്ചു കേസ് ഇന്നവനാ. അതിൻ്റെ സന്തോഷമാണ് മോളി എന്നു കാണിച്ചത്. പാവണ് എൻ്റെ പിള്ള. മാങ്ങാച്ചാറും കൊണ്ട് ഇട്ടിട്ട് കഴിക്കും കേസ്. അമ്മ പൊരിഞ്ഞില്ലല്ലേ അമ്മ?
ഒന്നുമില്ല. മഴ, നല്ല മഴ വേണ്ട, നല്ല കാറ്റും മഴ. കഴിക്കാൻ ആയി ചോറ്. ഗുഡ്നസ് അറിയുന്നു. കഴിച്ചിട്ട് വരാം ഗൈസ്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. വൈകിട്ടായി, 5:18 ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ, അമ്മ വീടൊക്കെ വൃത്തിയായിരുന്നു. നമുക്ക് ചായ കുടിക്കാം. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഗൈസ്. കണ്ണു ഗൈസ്. ബൈ ബൈ. ഞാൻ കുളിക്കാൻ പോണതിന് മുമ്പ് കയറി നിൽക്കണേന് ഗൈസ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അതും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പോയി കുളിച്ചിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. നീ ഇങ്ങോട്ട് വരണുണ്ടോ? ഇവിടെ വരണുണ്ടോ? ഇവിടെ കയറി കിടന്നു. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു ഗൈസ്. അപ്പം മുടിയിൽ വെള്ളം തോന്നിയില്ല, രണ്ട് ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിട്ട് ചായ അടിക്കും. അപ്പോൾ പോയിട്ട് വിളക്ക് കത്തിച്ചിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ വിളക്ക് കത്തിച്ച് ഇനി ചായ കുടിക്കാം ഗൈസ്. ചായ കുടിച്ചിട്ട് അമ്മ വന്നിട്ട് അമ്മ ഇപ്പം വൃത്തിയായി കണ്ടിരിക്കണം. അപ്പം അമ്മ കുളിച്ച് ചായ ഇടും. എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. ഗൈസ് അങ്ങനെ അമ്മ ചായ ഇട്ട് നമുക്കിനി ചായ കുടിക്കാം. ഓക്കെ ഗൈസ്. രാവിലത്തെ സെയിം ഗ്ലാസ് ഗൈസ്. എല്ലാ രാവിലത്തെ റൊട്ടീനാ. രാവിലത്തെ കാര്യങ്ങളാണ് വീണ്ടും വൈകിട്ട് അല്ലേ? അതെന്തരേ? അവൻ്റെ എല്ലാം എടുത്തോണ്ട് ഓട്ടം തന്നെ കേസ്. എന്തല്ലേക്കി വേണ്ട, ഇതും കടിച്ചു പിടിച്ചോണ്ടാണ് ഇവിടെ മൊത്തം നടക്കും. അതാരെങ്കിലും എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ അതിന് ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ ഓടുക അവിടെ നിന്ന്. ചായ അടിച്ചിട്ടേ. സത്യം പറഞ്ഞ കേസ് പാവൻ്റെ അമ്മ ഇപ്പം ഒന്ന് വന്നിരുന്നതേ ഉള്ളൂ, ജോലി ആയിരുന്നു. രണ്ടുകൂടെ ഒറ്റ കുറവുണ്ട്. നമ്മൾ മുറ്റത്താണ് ഇല്ല. എവിടെ പോയാലും ഈ കുരിപ്പ് നമ്മളിവിടെ കാണും കേസ്. അവിടെ എൻ്റെ സുന്ദരി, എന്ത് സുന്ദരി, എന്ത് സുന്ദരിയാണ് സുന്ദരി കേസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേസ്. ഇതാണ് ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നമ്മളെ ഇങ്ങനെയല്ല ഞായറാഴ്ച ഇന്ന് വീട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ എല്ലാവരും ഞായറാഴ്ചയൊക്കെ വല്ല പുറത്തൊക്കെ പോയിരുന്നു. പിന്നെ പിന്നെ ഒരിടത്തും പോകാനില്ലാത്തതുകൊണ്ട് ഞാനും അമ്മ വീട്ടിൽ തന്നെ നിന്ന്. അല്ലെങ്കിലൊക്കെ ഞായറാഴ്ച ആകുമ്പോൾ വൈകിട്ടാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകും. അങ്ങനെ വർക്കിംഗ് ദിവസമാണെങ്കിൽ ഞാൻ പിന്നെ കാണൂല, അമ്മയും കാണൂല. അമ്മ ജോലിക്ക് പോകും, ഞാനും എവിടെയെങ്കിലുമൊക്കെ പോവും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിവസത്തെ ഇവിടെ നടക്കണം. ഞായറാഴ്ച ദിവസം ഞാൻ എന്തോ ആളച്ചിരിക്കുന്നത് ഞാൻ. അപ്പം ഈ വീടിൻ്റെ അമ്മ ഈ വയ്യത്ര നേരം ജോലിയായിരുന്നു കേസ്, ജോലി. അപ്പം ഈ വീഡിയോ ഇത്രയൊക്കെ. എവിടെ ലക്കി എവിടെ ഇതൊക്കെ? അപ്പോൾ അവിടെ എന്താ അവൻ്റെ എല്ല് കടിയോട് കടി കേസ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.